ഇപ്പൊ സുരേഷ് ഗോപിയുടെ മകൻ തന്നെ ഇന്നാള് പറഞ്ഞു, എന്റെ അച്ഛൻ കുറെ അഴിമതി പണം ഉണ്ടാക്കി എന്നെ ഹെലികോപ്റ്ററിലൊക്കെ നടക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ട്രോളുന്ന കാര്യങ്ങൾ ഞാൻ എതിർക്കില്ലായിരുന്നു. കാരണം എനിക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട്, ഇപ്പൊ സുരേഷ് ഗോപിയെ നമുക്ക് വ്യക്തിപരമായി അത്ര അടുത്തറിയില്ലെങ്കിലും അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കണ്ടത് തൃശ്ശൂരിന്റെ ഒരു രക്ഷകൻ, അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കുന്ന അഴിമതിരഹിതനായ ഒരാളെന്നുള്ള നിലയിലാണ്, ഒരു ലേമാൻ എന്ന നിലയിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ നോക്കിക്കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിലും നമ്മളുടെ ആരോഗ്യമാണ് എന്നുള്ള തോന്നലാണ് സുരേഷ് ഗോപിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരം ഒരു ഗ്രൂപ്പ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും പ്രതീക്ഷിക്കാതെ ഉയർന്നു വരികയാണ് ഉണ്ടായത്. പിന്നീട് നമ്മളുടെ ഒരു ഗ്രൂപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീ സുരേഷ് ഗോപി പോലും നാളൊരു ഇന്റർവ്യൂവിൽ പറയേണ്ടതായിട്ടുണ്ട്, ചാനലുകൾ പലരും പ്രതിപാദിച്ചു.